ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه خير منوعا. സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഗൗരവപൂർവ്വം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി നല്ല അടിമകളായി ഈ ഭൂമിയിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കാൻ നമുക്കും കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൗതികമായ ഈ ലോകത്ത് നാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങളും വിഭവങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു കണക്കെടുത്താൽ ധാരാളക്കണക്കിന് വിഭവങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളാണ്. എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ചിലത് കുറച്ചു കൊടുക്കുന്നു, ചിലർക്ക് അല്ലാഹു കൂടുതൽ കൊടുക്കുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഉൾക്കൊള്ളൽ. അതുപോലെ തന്നെ അസ്വസ്ഥതയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ
ചില സമയങ്ങളിൽ സന്തോഷവാന്മാരാക്കുകയും ചിലരെ ചില പ്രയാസങ്ങളുള്ളവരാക്കുകയും ആക്കി തീർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും ദുനിയാവിലെ സംസാരിക്കുന്നു. മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. നമ്മുടെ മാനസികാവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി അല്ലാഹു ഖുർആനിൽ വിശദീകരിക്കുകയാണ്. ഫഅമ്മൽ ഇൻസാൻ, മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. മനുഷ്യനെ ഇദാ മബ്തലഹു റബ്ബുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റബ്ബ് അവനെ പല രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പരീക്ഷണ ഘട്ടത്തിൽ പരീക്ഷിക്കുന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഫഅക്രമഹു വനഅമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആദരവ് നൽകി, ബഹുമാനം നൽകി, അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇതൊക്കെ കിട്ടിയ മനുഷ്യൻ ഫയഖുലു, അവന്റെ പരീക്ഷണം വരുമ്പോൾ ക്ഷമയില്ലാതെ ക്ഷമകെട്ട് ചില ആളുകൾ പറയും, റബ്ബി അക്രമൻ, എന്റെ രക്ഷിതാവെന്നെ വല്ലാതെ പരിഗണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. എനിക്കൊരുപാട് നന്നായി തന്നിട്ടുണ്ട് എന്നൊക്കെ അനുഗ്രഹം കിട്ടിയ ആളുകൾ പറയും. പക്ഷേ അല്ലാഹു എന്തെങ്കിലും ചെറിയ രൂപത്തിൽ ഒരു രോഗമാവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ, മാനസിക പ്രയാസമാവട്ടെ, ആ രൂപത്തിൽ അവനെ അല്ലാഹു പരീക്ഷിച്ചാൽ ഫഖദറ അലൈഹി റിസ്ഖഹു, റിസ്ഖ് അവൻ അല്ലാഹു കണക്കാക്കി കൊടുത്താൽ, ഒന്ന് പിടിച്ചു വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ അല്ലാഹു ഒന്ന് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും ഫയഖൂലു റബ്ബി അഹാനൻ, പടച്ചവൻ എന്നെ അപമാനിച്ചിരിക്കുന്നു, എന്നെ പരിഗണിച്ചിട്ടില്ല, എന്നെ പടച്ചവൻ കാണുന്നില്ല എന്ന് ചോദിക്കും. ഒരേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുകയാണ്, മനുഷ്യന്റെ രണ്ട് മാനസികാവസ്ഥയെ കുറിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇതിന് ഏത് മാനസികാവസ്ഥയിലാണ്? നമുക്ക് ഒരുപാട് അനുഗ്രഹം തരുമ്പോൾ നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ, ശുക്ർ കാണിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ മാനസികാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഈ ലോകത്തിൽ നടന്ന മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങളിലെ ഏറ്റക്കുറച്ചിലുകളെ ശരിയായ നിലക്ക് കണക്കാക്കി മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാര്യങ്ങളിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അതിനെ അറബിയിൽ പറയുന്നത് ഖനാഅത്ത് എന്നാണ്. ഖനാഅത്തിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അല്ലാഹു നൽകിയതിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കുക. ഇപ്പൊ പലർക്കും പ്രശ്നം കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. കിട്ടിയതിനെ കുറിച്ച് മനുഷ്യൻ പലപ്പോഴും നന്ദി കാണിക്കാറില്ല, ശുക്ർ ചെയ്യാറില്ല, അതിന് സമയമില്ല. കിട്ടിയ ആരോഗ്യം വെച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നന്ദി കാണിക്കുന്ന, നന്ദി പ്രകടനം കാണിക്കുന്ന, ശുക്ർ ചെയ്യുന്ന എത്ര ആളുകൾ മനുഷ്യ സമൂഹത്തിൽ. ഇപ്പൊ മഴ പെയ്യുന്ന ചില ആളുകൾ പറയും, എന്തൊരു മഴയായത്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ഒരു തുള്ളി ജലം പോലും ഈ ഭൂമിയിലേക്ക് വർഷിക്കാൻ കഴിവില്ലാത്ത മനുഷ്യനാണ് ഈ മഴയെ കുറ്റം പറയുന്നത്. മഴ പെയ്യുമ്പോൾ മഴയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുക എന്നല്ലാതെ അല്ലാഹുവിന്റെ നിഅമത്തിനെ മനുഷ്യൻ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഒരു കാലാവസ്ഥയിൽ ഒരു വിഷയത്തിൽ മനുഷ്യൻ കുറ്റം പറയാൻ പാടില്ല. അപ്പൊ മനുഷ്യന്റെ ആ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ പ്രവാചകൻ പറയുകയാണ്, അറബികൾക്കിടയിൽ ഈ ഒരു പ്രയോഗമാണ് ഖനാഅത്ത് എന്നുള്ള പ്രയോഗം. ഈ പദം വരാനെന്നുള്ള ഒരു കാരണം, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത്, നമുക്ക് അല്ലാഹു നൽകിയ വീട്, നമുക്ക് അല്ലാഹു നൽകിയ വാഹനം, നമുക്ക് അല്ലാഹു നൽകിയ കച്ചവടം, നമുക്ക് അല്ലാഹു നൽകിയ വിദ്യാഭ്യാസം, നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം. ഈ വിഷയത്തിൽ ഇന്ന് സുബഹി കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്കാണ് സർവസ്തുതി ഇല്ല പറയാൻ ആത്മാർത്ഥമായി പറയുന്നവർ വളരെ കുറവാണ്. കിട്ടാത്തതിന്റെ വിഷയത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ പലരോടും പങ്കുവെക്കുന്നവരാണ് നമ്മൾ. കിട്ടിയതിന്റെ വിഷയത്തിൽ അൽഹംദുലില്ലാഹ് മനുഷ്യൻ പറയണം. ആ വിഷയത്തിലാണ് അതിനോട് പറഞ്ഞത് അൽ ഖനാഅത്ത്, അല്ലാഹു നൽകിയതിൽ സംതൃപ്തിയുള്ളവന്.
അവനല്ലാഹു മനസ്സമാധാനം നൽകും, മനസ്സിന് സംതൃപ്തി. അങ്ങാടിയിലിറങ്ങി നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മളുടെ പ്രയാസങ്ങൾ പറയുന്നതിനപ്പുറം ആദ്യമായി അവർ കേൾക്കുന്ന വാക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയണം. കാരണം നമ്മളെക്കാൾ എത്രയോ രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ, ഇന്നലെ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ, ഇന്ന് ജുമുഅക്ക് വരുന്നതിന് മുമ്പ് അല്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചു വരുന്നവരായിരിക്കില്ലേ നമ്മൾ. പക്ഷേ ഫലസ്തീനിൽ 117ഓളം മക്കളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പട്ടിണി കിടന്ന് മരിച്ചത്. പട്ടിണി എന്ന് പറഞ്ഞാൽ ഇന്നലെ സ്കൂളിൽ ക്ലാസ്സിൽ വെച്ചിട്ട് മക്കളോട് ചോദിച്ചു, മക്കളെ എന്താണ് പട്ടിണി? മക്കൾക്കറിയില്ല. പിന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, സാർ അറിയില്ല, ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഒന്നുമില്ല, ഉള്ളത് കഴിക്കാത്തതിന്റെ പ്രശ്നം ഞങ്ങൾക്കുള്ളൂ എന്നാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയിലെ നമ്മുടെ കുട്ടികൾ പറയുന്നത്. പട്ടിണി എന്താണെന്ന് അറിയില്ല. ആ ലോകത്താണ് പട്ടിണി മരണത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അല്ലാഹു എത്ര അനുഗ്രഹം തന്നു, എത്ര ബാഹുല്യം സുജൂദ് ചെയ്താൽ നമ്മൾ മതിയാകുകയില്ല. ആ സുജൂദ് ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംതൃപ്തിയെ കുറിച്ച് പറഞ്ഞു, അവന് ഖനാഅത്തുള്ളവനായിരിക്കണം. ഈ പദം അവൻ പഠിക്കണം. ഇന്നത്തെ ഖുതുബയുടെ പഠനം അതാവട്ടെ, ഖനാഅത്ത്, അതിനെ കുറിച്ച് വിശദമായി പഠിക്കുക. ഈ പദം നോക്കൂ നിങ്ങൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ കൂട്ടത്തിൽ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ആരെങ്കിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും നല്ലൊരു ജീവിതം. ഹയാത്തൻ ത്വയ്യിബൻ എന്നാണ് പ്രയോഗം. നല്ലൊരു ജീവിതം നൽകും. നമ്മുടെ കാഴ്ചപ്പാടിൽ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തിനുടമകളാവുക, ഒരുപാട് സമ്പത്തിനുടമയാവലാണ് നല്ല ജീവിതം എന്ന് കരുതി വെച്ചവരുണ്ട്. നിങ്ങൾ സമ്പന്നന്മാരുടെ മാത്രം കണക്കെടുത്ത് നോക്കുക, സർവേ നടത്തുക. എല്ലാവരും മാനസികമായി നല്ല സന്തോഷത്തിലാണ്. അല്ല, അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി ദരിദ്രന്റെ പ്രശ്നം എന്താണ്? ദരിദ്രൻ കരുതുന്നത് എനിക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയാൽ ഞാൻ ഒരു നല്ല ജീവിതം നയിക്കുമെന്നാണ്. ഇന്ന് ദാരിദ്ര്യത്തിൽ ഫഖീറായി ജീവിക്കുന്നവർ മനസ്സിലാക്കുന്നത്. പക്ഷേ മാനസികമായ സുഖം അല്ലാഹു നൽകുന്നത് അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടവനാണ്, അൽഹംദുലില്ലാഹ് പറയുന്നവനാണ്, മാഷാ അല്ലാഹ് പറയുന്നവനാണ്. അത് പറയാൻ അതാണ് ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവുകൾ നനയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ദിക്ർ ചൊല്ലാൻ? ദിക്ർ ചൊല്ലാൻ ആളുകളുടെ ധാരണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞത് കേൾക്കുന്നതാണ്. ഓരോ സന്ദർഭത്തിലും നമ്മൾ റബ്ബിനെ ഓർക്കുന്നതാണ് ദിക്ർ. പുതിയൊരു വീടുണ്ടാക്കി അതിലേക്ക് താമസം മാറുമ്പോൾ ആ വീട് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ്റെതാവട്ടെ സുഹൃത്തുക്കളതാവട്ടെ നാട്ടുകാരതാവട്ടെ, മാഷാ അല്ലാഹ് ദിക്ർ കൊണ്ട് നമ്മുടെ നാവ് നനഞ്ഞു. നാളെ ഞാൻ ഇന്നത് ചെയ്യും ഇൻഷാ അല്ലാഹ് ദിക്ർ കൊണ്ട് നാവ് നനഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ജുമുഅക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് ദിക്റാണ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ നാവ് കൊണ്ട് ദിക്റുകൾ ഉയരണം, നാവ് കൊണ്ട് ദിക്റുകൾ ഉണ്ടാവണം, നനയണം. അങ്ങനത്തെ ആളുകൾക്ക് ഹയാത്തൻ ത്വയ്യിബൻ. ഇനി സന്തോഷകരമായ ജീവിതത്തിന് പല ആളുകളും പോകുന്ന കൗൺസിലിംഗ് സെന്ററുകളിലേക്ക്. കുറച്ച് ആളുകളൊക്കെ മനുഷ്യന്മാരുടെ ധാരണ കുറെ ടൂർ പോയാല് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവും. കുറെ യാത്ര ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. യാത്രക്കിടയിൽ അപകടങ്ങൾ സംഭവിക്കുന്നു. യാത്രക്കിടയിൽ ബുദ്ധിമുട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ കുറിച്ച് പറഞ്ഞതാണ്, മുസാഫിറുകളെ കുറിച്ച് പറഞ്ഞതാണ്. മുസാഫിറുകൾക്ക് ഒരുപാട് പ്രയാസമുണ്ടാവും. അത് ഖത്അത്തുമിനൽ അദാബ് എന്നാണ് ഹദീസിലെ പ്രയോഗം. യാത്ര എന്ന് പറയുന്നത് അതൊരു ശിക്ഷയാണ്. യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാവും. ദീർഘയാത്ര പോകുന്നവന് ഫ്ലൈറ്റ് ക്യാൻസൽ ആവും. അത് അവനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള പ്രയാസമാണ്. ഭക്ഷണം ലഭിക്കില്ല, വസ്ത്രം ചിലപ്പോൾ മാറാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും, വെള്ളം ശുദ്ധവെള്ളം ലഭിക്കാത്ത അവസ്ഥ യാത്രയിൽ ഉണ്ടാവും. 300 കിലോമീറ്ററുകളിലെ യാത്ര ചെയ്തിട്ട് ജുമുഅക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ പള്ളിയില്ലാത്തത് കൊണ്ട് നമുക്ക് അത്രയില്ല. 4-5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ ജുമാ മസ്ജിദിലേക്ക് ഞാനും നിങ്ങളും വന്നിട്ടുള്ളത്. നാം മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം. അതുകൊണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹം അത് ആ രൂപത്തിൽ കാണുകയും അതിന് സ്തുതിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹയാത്തൻ ത്വയ്യിബൻ. ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോകണ്ട, ഒരു ഡോക്ടറുടെ നിർദ്ദേശവും കേൾക്കണ്ട, ഒരു തരത്തിലുള്ള സംഗതിയും കാണണ്ട. നമുക്ക് അല്ലാഹു നൽകിയതിൽ സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആ വരിസ്കൻ കഫാഫൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റിസ്കിൽ നമുക്ക് നൽകിയതിൽ, ആവശ്യത്തിന് നൽകപ്പെട്ടതിൽ നമ്മൾ
നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് എപ്പോഴും കഴിയണം. മനുഷ്യന്റെ സ്വഭാവം പറഞ്ഞാൽ ധാരാളം ഉണ്ടാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഖുർആനിലോ ഹദീസിലോ എത്ര സമ്പാദിക്കണം എന്ന് നിബന്ധന വെച്ചിട്ടുണ്ട്. എത്ര സമ്പാദിക്കണമെന്ന് അല്ലാഹു നിബന്ധന വെച്ചിട്ടില്ല. എത്രയും സമ്പാദിക്കാം, പക്ഷെ അത് ഹലാലും ത്വയ്യിബുമായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനവും പണവും ദുനിയവിയായ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ചില വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉഹുദ് മലയോളം വലിപ്പത്തിൽ ഒരു മനുഷ്യന് സമ്പത്ത് ലഭിച്ചാലും അവൻ ആഗ്രഹിക്കും രണ്ടാമതൊരു മല പടച്ചോനെ ലഭിക്കണം. ഉഹുദ് മലക്ക് എത്ര വലിപ്പമുണ്ടെന്ന് അറിയാമോ? 8 കിലോമീറ്റർ നീളവും ഏതാണ്ട് 3 കിലോമീറ്ററിന് അടുത്ത് വിട്ടും വീതിയുമുള്ള വലിയ പർവ്വതമാണ്. മദീനയിൽ ഉയർന്നു കിടക്കുന്ന വലിയ ജബലാണ് ഉഹദ് ജബൽ. ആ ജബലിന്റെ അത്ര വലിപ്പത്തിൽ ഒരു മനുഷ്യന് അല്ലാഹു സ്വർണ്ണത്തിന്റെ കൂമ്പാരം ഈ ദുനിയാവിൽ നൽകിയാലും പടച്ചോനെ അടുത്ത് കൊണ്ടുകൂടി കിട്ടണ എന്ന് മനുഷ്യൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടിയതിൽ സംതൃപ്തിപ്പെടാനും അല്ലാഹുവിനെ ശുക്ർ ചെയ്യാനും സഹോദരന്മാരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ ആളുകൾ ഓരോരുത്തരെയും നമ്മൾ എടുത്ത് പരിശോധിച്ചു. ഒരിക്കൽ മഹാനായ ഹബീബ് ഇബ്നു ഇസാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, വല്ലതും തരണേ. യാചനയാണ്. യാചന ഇസ്ലാം വിരോധിച്ച സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മക്കയിലും മദീനയിലും പോയാൽ യാചിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ്. നിയമപരമായ നിരോധിച്ച സംഗതിയാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമാണ് അവിടെ പലപ്പോഴും യാചന നടക്കാറ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് സാർവത്രികമാണ് യാചന. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാചിക്കാൻ പാടില്ല എന്നാണ്. എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ മഹലിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ അവനെ ഈ വിദ്യാപള്ളിയിൽ ഒരു യാചകനാക്കി നമ്മുടെ മഹലിൽ കമ്മിറ്റി വിടാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി അവന്റെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കലാണ് ഒരു മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്വം. അതാണ്. കത്തും കൊടുത്ത് മഹല്ല് കമ്മിറ്റിക്ക് കത്തും കൊടുത്ത് കോഴിക്കോട് ജില്ലയിലെ എല്ലാ പള്ളിയിലും പോയി പൈസ പിരിച്ചോ എന്ന് പറയുന്ന രീതിക്കല്ല ഒരു മഹല്ല് സംവിധാനം. അവന്റെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മൾ കൊണ്ട് ചെയ്തു കൊടുക്കണം. പ്രവാചകന്റെ അടുത്ത് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകരെ എന്തെങ്കിലും എനിക്ക് തരണം എന്ന് പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകരെ രണ്ടാമത് റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ നമുക്ക് തരണം. ആരാ ചോദിക്കുന്നത്? ഹബീബ് ഇബ്നു ഇസാഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ചോദിച്ചു. രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ 3 തവണ ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്ന ഹാദൽ മാല ഹദീറത്തുൽ ഹൽവ. ഹക്കീമേ, ഈ സമ്പത്തിൽ വല്ലാത്തൊരു മധുരം. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരിക്കുന്ന സാധനത്തിൽ ഹൽവ. സമ്പത്തിന് വല്ലാത്തൊരു മധുരമുണ്ട് ഹക്കീമേ. നീ യാചിക്കുന്നുണ്ടല്ലോ, നീ ചോദിക്കുന്നുണ്ടല്ലോ, ഈ സമ്പത്തിന് വല്ലാത്ത മധുരമുണ്ട്. ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിന് വല്ലാത്തൊരു ഭംഗിയുണ്ട്, ഒരു മധുരമുണ്ട്. ആ മധുരത്തിലാണ് ഹക്കീമേ നീ കൊണ്ടുപോയിട്ടുള്ളത്. കിട്ടും തോറും അതിനും കിട്ടണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാവും. എന്നിട്ട് ഹക്കീം റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറയുന്നു, നീ വല്ലാതെ ആർത്തി പിടിക്കരുത്. ആർത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറയുന്ന സംഗതിയല്ല. സമ്പത്തിന്റെ വിഷയത്തിൽ റസൂൽ പ്രയോഗിച്ചതാണ് ആർത്തി എന്ന്. ആർത്തി പറഞ്ഞാൽ കിട്ടിയതും പോരാ. നമുക്കറിയാം, ഒരു കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഒരുപാട് ഭക്ഷണം അവിടെ ഉണ്ടാവും. നമ്മുടെ മുസ്ലിങ്ങളുടെ കല്യാണം തന്നെ ഇസ്ലാമികമല്ലാതായി മാറിയിരിക്കുകയാണ്. അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കഴിക്കണം നിർബന്ധമായ സംഗതി, ഫർമായ സംഗതിയൊന്നുമല്ല. അതുപോലെ നമ്മുടെ ചുറ്റുപാടിലും സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരുപാട് വഴികൾ ഉണ്ടെങ്കിലും 24 മണിക്കൂറും സമ്പത്തിന് വഴി ഓടേണ്ടവരല്ല മനുഷ്യൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ സമ്പത്ത് അതിന് ആർത്തിയുണ്ട് എന്ന് പറഞ്ഞു ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അമിതമായ ആർത്തി അത് നിന്റെ ജീവിതം നശിപ്പിക്കും. മനസ്സറിഞ്ഞ് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഹക്കീമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു. വമൻ അഹദഹു, നീ എങ്ങനെ ദുആ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. ഈ ബർക്കത്ത് എന്നുള്ള പദം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, മനസ്സിലാക്കുക. എന്താണ് ഈ ബർക്കത്ത്? ഒരുപാട് ഉണ്ടാകുക എന്നുള്ളതല്ല. അല്ലാഹു നൽകിയ ആ സമ്പത്തിൽ അതിൽ അനുഗ്രഹം ഉണ്ടാവുക. രൂപയാണെങ്കിൽ പോലും അതിൽ അനുഗ്രഹം ഉണ്ടാവുക, അതിൽ ഖനാഅത്തുണ്ടാവുക. അതെനിക്ക് എന്റെ റബ്ബ് തന്നതാണെന്നുള്ള ബോധ്യത്തോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനും ഹംദ് പറയുന്നവനും
ദിക്ർ ചൊല്ലുന്നവരുമാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുനിയാവിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുക ഭക്ഷണം കഴിച്ചാൽ അത് 1-2 മണിക്കൂർ കൊണ്ട് അത് ഭൂമിയിലേക്ക് പോകും. റസൂൽ പറഞ്ഞു, നിങ്ങൾ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ദുരന്തിപ്പോകും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ബാക്കി എന്ന് അല്ലാഹു റസൂൽ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. ഇന്നലെ എന്നുള്ള ദിവസം ഇന്നലത്തെ ദിവസം നമ്മൾ ഇങ്ങനെ ആലോചിക്കുക. ഇന്നലെ ആർക്കെങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു, നമ്മുടെ സ്വന്തം കാര്യം ഒഴിവാക്കട്ടോ, കുടുംബകാര്യം വ്യക്തിപരം, അതിൽ നമുക്ക് ആരും കുത്തുമ്പ് പറഞ്ഞ ക്ലാസ് എടുത്ത് തിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതല്ലാത്ത നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യമല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഫോൺ കോളെങ്കിലും ചെയ്യാൻ, ഒരു മെസ്സേജ് എങ്കിലും അയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വിശ്വാസികളാണ്. ഒരു മെസ്സേജ് ആ രൂപത്തിലേക്ക് നമ്മുടെ ഹൃദയം സഹോദരങ്ങളെ പരിവർത്തിപ്പിക്കപ്പെടണം. അങ്ങനെ പരിവർത്തിപ്പിക്കണം. സഅദ് ബിൻ അബീ വഖാസിനെ പോലെയുള്ള മഹാന്മാരായ സഹാബികൾ മക്കളെ വിളിച്ചു പറഞ്ഞു, എത്രയോ വാപ്പമാരാണ് ഇരിക്കുന്നത്, നമ്മളൊക്കെ പിതാക്കന്മാരാണ്, വല്യപ്പമാരാണ്, മക്കളുണ്ട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു യാ ബുനയ്യ, സ്വന്തം മകനെ വിളിക്കുകയാണ്, എന്റെ പൊന്നമോനെ. എല്ലാ മക്കളെയും വിളിച്ച് ഉപദേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മോശമായ കാര്യങ്ങൾക്കും തിരുത്തലുകളുടെ രംഗത്ത് ഒരു പിതാവ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നല്ല രൂപത്തിൽ വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു മോഷ്ടാവായ ഒരാള്, റസൂലേ ഞാനിങ്ങനെ മോഷ്ടിക്കാറൊക്കെ ഉണ്ട്, ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞു. പ്രവാചകൻ തിരിച്ചദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യമാണ്, നീ കളവ് പറയാൻ പാടില്ല, നീ കളവ് പറയാൻ പാടില്ല എന്ന് മാത്രമാണ്. ഒരുപാട് സമയം പ്രവാചകൻ അദ്ദേഹത്തെ ഉപദേശിക്കില്ല. ഇദ്ദേഹം പിന്നീട് തിരിച്ചുപോയി അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, അത് കളവ് നടത്തിയാൽ ഈ കളവിന്റെ തുണ്ടി മുതൽ എവിടെയോ വിൽക്കുമ്പോ അത് കളവ് പറയണം, അത് ചെലവാണെങ്കിൽ സ്വന്തമാണെന്ന് പറയണം, അല്ല എനിക്ക് ലഭിച്ചതാണെന്ന് പറയണം. അങ്ങനെ അദ്ദേഹം ഇതിങ്ങനെ ആലോചിച്ച് അദ്ദേഹത്തിന് പ്രവാചകന്റെ ഈ വചനത്തെ ധിക്കരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇദ്ദേഹം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറയുന്ന ഒരു രംഗമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അന്ന് നിങ്ങൾക്ക് നൽകിയ ആ ഉപദേശമുണ്ടല്ലോ, കളവ് പറയരുത് എന്ന് പറഞ്ഞു. ആ കളവ് പറയരുത് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരൊറ്റ വാക്കാണ് എന്നെ ദീനുൽ ഇസ്ലാമിൽ അടിയുറപ്പിച്ച് നിർത്തിയതെന്ന് പറഞ്ഞു. അതാണ് അല്ലാഹുവിന്റെ റസൂൽ, അതാണ് പ്രവാചകന്റെ ഉപദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യരെയും അവന്റെ അവസ്ഥയനുസരിച്ച്, അവന്റെ മാനസികമായ അവസ്ഥയനുസരിച്ച് പ്രവാചകൻ ഉപദേശിച്ചിരുന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നക ലം തൽകാ അഹദാ, നിന്നെ നന്നായി സ്നേഹിക്കുന്ന ഒരാളും എന്നേക്കാൾ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. വാപ്പ മകനോട് പറയേണ്ടത്, മോനെ അടുത്ത് വിളിക്കുക. അല്ലെ, ഇത് പുതിയ കുട്ടികളൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. വാപ്പയും ഉമ്മയും പറയും പോലെ കേട്ടുകൊള്ളണമെന്നില്ല, അല്ലെ പണ്ഡിതന്മാരുടെ ഉപദേശം കേട്ടുകൊള്ളണമെന്നില്ല. നല്ലവണ്ണം വിളിക്കുക. യാ ബുനയ്യ, ചരിത്രങ്ങളിൽ പാഠമുണ്ട്, നിന്നെ ഏറ്റവും ഈ ദുനിയാവിൽ സ്നേഹിക്കുന്നത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമല്ല, നിന്റെ ചങ്കി എന്ന് പറയുന്ന ആളുകളൊന്നുമല്ല. നിന്നെ ഏറ്റവും സ്നേഹിക്കുന്നതും നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നതും മോനെ ഞാനാണെന്ന് പറയുന്നു സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പ്രവാചകൻ ഈ സ്വഹാബി പറയുന്നു, നിന്റെ കാര്യത്തിൽ ഏറ്റവും നസീഹത്തുള്ളത് ഞാനാണ്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണം കാംക്ഷിക്കുക. ഈ ഖുതുബ നിങ്ങളോട് നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വിഷയത്തിൽ ഒരു ഗുണം ഖതീബ് എന്നുള്ള നിലയിൽ കാംക്ഷിക്കുമ്പോഴാണ് ഈ ഖുതുബ നിങ്ങളുടെ ഭാഗമാവുക. നമുക്ക് ഉറക്കം വരും, കണ്ണു തുറക്കൂല, ചാരി ഇരിക്കണം തോന്നും, സഫായിട്ട് ഇരിക്കണം തോന്നൂല. സഅദ് ബിൻ അബീ വഖാസ് നിന്നോട് ഏറ്റവും സ്നേഹിക്കാണ്, നിന്നോട് ഗുണകാംക്ഷിക്കാണ്. അതുകൊണ്ട് മോനെ, നിന്നെ സ്നേഹിക്കുന്ന ഈ ദുനിയാവിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ. ഇങ്ങനെ മക്കളെ ഉപദേശിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നീ നിന്റെ ദുരാവസാനിപ്പിക്കണം. എല്ലാം പറഞ്ഞു, വാപ്പയാ എന്നെ സ്നേഹിക്കുന്നു, മോനെ നിന്നെ ദുരയുണ്ടല്ലോ. ദുര എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥ. നോക്കൂ, നമ്മൾ ഭൗതികപരമായ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളോടും വിശേഷം ചോദിച്ചാൽ അവരും പ്രശ്നങ്ങളാണ് പറയുന്നത്.
അൽഹംദുലില്ലാ പറയൂല, കിട്ടിയതിൽ നന്ദി പറയൂല. നന്ദി വാക്ക് പറയുന്നതിൽ ഇത്ര പിശുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ അത് വർദ്ധിച്ചു വരികയാണ്. അല്ലാഹു ഒരുപാട് നിയാമത്തുകൾ നമ്മൾ ഇവിടുന്ന് കേരളം വിട്ട് ഉത്തരേന്ത്യയിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ അവിടെയുള്ള മുസ്ലിമീങ്ങളെയും മലബാറിലെ മുസ്ലിമീങ്ങളെയും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹുവിന്റെ ഒരുപാട് നിഅമത്ത് ലഭിച്ചവർ. ഓരോ 10 കിലോമീറ്റർ യാത്രയും ഒരുപാട് പള്ളിവിധാനങ്ങൾ, മദ്രസകൾ, സംവിധാനങ്ങൾ, മുസ്ലിമീങ്ങളുടെ നല്ല നല്ല വീടുകൾ, മക്കൾ നന്നായി പഠിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, വീട്ടിലൊരു ആവശ്യം പറയുമ്പോൾ നല്ല ഭക്ഷണം വെച്ചു കൊടുക്കാനുള്ള സൗകര്യം, അത്യാവശ്യം സാമ്പത്തികം, നല്ല 2-3 വാഹനങ്ങൾ. ഇതിലേറെ സൗകര്യം എന്താണ് സൗകര്യം നമുക്ക് വേണ്ടത്? ഇതിൽ കൂടുതൽ അല്ലാഹു എന്താണ് തരുന്നത്? ഈ തന്നതിന് നമുക്ക് നന്ദിയുണ്ടോ? ഈ അല്ലാഹു നൽകിയതിൽ ഖനാഅത്തുണ്ടോ? ഈ അല്ലാഹു നൽകിയതിൽ ശുക്ർ ചെയ്യുന്നവരാണോ നമ്മളെന്ന് പരിശോധിച്ചാൽ മതി. വേറൊന്നുമില്ല. നമ്മൾ ആരാന്റെ കാര്യം പറഞ്ഞ് ഒരുപാട് പോകണം. എന്റെയും നിങ്ങളുടെയും നമ്മുടെ ജീവിതം മാത്രം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക. നിന്റെ ദുരന്തം അവസാനിപ്പിക്കണം. കിട്ടിയത് പോരാ, ഇത്ര പോരാ എന്ന് നീ പറയരുത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ഹദീസിലെ പ്രയോഗം, ചരിത്രങ്ങളിലെ പ്രയോഗം, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സമ്പത്തുണ്ടെങ്കിലും അല്ലാഹു ദാരിദ്ര്യം ഇങ്ങനെ കൊടുക്കും. സമ്പത്തുള്ളവന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ 10,000 രൂപ അവന്റെ കയ്യിലുണ്ടാവും, പക്ഷെ അവൻ 1 ലക്ഷം രൂപ ആവശ്യം. 1 ലക്ഷം അവന്റെ കയ്യിലുണ്ടാവും, 10 ലക്ഷത്തിന്റെ ആവശ്യമുണ്ടാവും. 20 ലക്ഷം ലക്ഷമണിയായിട്ട് അവന്റെ കയ്യിലുണ്ടാവും, ലിക്വിഡ് മണിയായിട്ട് അവന്റെ കയ്യിലുണ്ടാവും. 1 കോടി രൂപയുടെ ആവശ്യം അല്ലാഹു അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അറിയോ അള്ള തന്നതിന് അൽഹംദുലില്ലാ എന്ന് പറയില്ല. ഒരു സമ്പന്നന്റെ കൂടെ യാത്ര ചെയ്തപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പള്ളിക്ക് കുറെ കൊടുക്കുന്നുണ്ടല്ലോ, മദ്രസയ്ക്ക് നൽകുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് നൽകുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഇങ്ങനെ നൽകുന്നത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത്, എന്നോട് പറഞ്ഞിട്ടുള്ളത് നിനക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കൂ എന്നാണ്. നമ്മുടെ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനായ പറഞ്ഞ സംഭവമാണ്. ഒരു പണക്കാരനെ, ഒരു ധനികനായ ധനാഢ്യനായ മനുഷ്യനെ ഖുർആനിന്റെ ആയത്ത് സ്വാധീനിച്ചു. എന്റെ വാപ്പ ഉണ്ടാക്കിയതാണ്, വല്യാപ്പ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ തറവാട്ടുകാരെ വലിയ സമ്പന്നന്മാരാണ്, പ്രമാണിമാരാണ് എന്ന് പറയുന്നവരുണ്ട്. ആ വാക്കുകൾ ഉപയോഗിക്കാതെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. പടച്ചോൻ തന്ന് ചെലവാക്കുക. അങ്ങാടിയിൽ ഇറങ്ങി പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുക്കുമ്പോൾ, ATM കാർഡ് എടുക്കുമ്പോൾ, ഗൂഗിൾ പേ ചെയ്യുമ്പോൾ, എന്ത് പേ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയോ അല്ലാഹു തന്നതിൽ നിന്നാണ് ചെലവഴിക്കുന്നത്, റബ്ബ് നൽകിയതിൽ നിന്നാണ് ചെലവഴിക്കുന്നത്. ജോലിയും ബിസിനസ്സും കച്ചവടമൊക്കെ അല്ലാഹു അതിനാക്കിയ ഒരു ഏർപ്പാട് മാത്രമാണ്. അങ്ങനെ കണക്കാക്കിയാൽ മതി. അങ്ങനെ കണക്കാക്കുമ്പോൾ എത്ര അല്ലാഹു അനുഗ്രഹം നൽകിയാലും അതിലൊരു പങ്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ സഹോദരന്മാരെ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകിയത് ഖനാഅത്ത് ഉണ്ടാവും. അല്ലാഹു അങ്ങനെയുള്ള നല്ല വിശ്വാസികൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. യാ അയ്യുഹന്നാസ് ഉസികും ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ സമസ്ത മേഖലകളിലും കഴിയുന്ന പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വയം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വിബോധിപ്പിക്കുകയാണ്. അറബിയിൽ എന്നൊരു പദം, തമവ് എന്ന് പറയുന്നത് ഖനാഅത്തിന്റെ നേരെ എതിർപദം. എത്ര കിട്ടിയാലും മതി വരാനാണ് തമവ് എന്ന് പറയുന്നത്. ഈ ജുമ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഞാനും നിങ്ങളും തീരുമാനിക്കുക, നമ്മൾ ഖനാഅത്തുള്ളവരാണ്, തമവുള്ളവരാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം, ഈ രണ്ടിനും ഇടയിലുള്ള വിഭാഗം. രണ്ട് വിഭാഗമേ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒന്ന് ഖനാഅത്തുള്ളവരാണ്, കിട്ടിയതിൽ സംതൃപ്തിയുള്ളവരാണ്.
മറ്റൊന്ന് കിട്ടാത്തതിൽ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരാണ്, അവർ തമവുള്ളവരാണ്, അവരുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കനാത്തുണ്ടായാൽ മനസ്സിനൊരു സമാധാനമാണ്, അത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് എത്ര സ്പെഷ്യാലിറ്റി ഡോക്ടറെ അടുത്ത് പോയിട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടോ ഒന്നും കാര്യമില്ല. ആ മനസ്സമാധാനം കിട്ടാൻ അല്ലാഹു നൽകിയതിൽ സംതൃപ്തരാവുക. രണ്ട്, ഹലാലായ ജീവിതം നമ്മൾ നയിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, ആരെയും ഭയപ്പെടാണ്ട് ജീവിക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോവുകയാണ്. നാലാമത്, അല്ലാഹുവിന്റെ സാമീപ്യം ഉണ്ടാവുക അങ്ങനത്തെ ആളുകൾക്ക്. അതുപോലെ തന്നെ പ്രാർത്ഥനയും വിവാദത്തും ഒക്കെ മനസ്സറിഞ്ഞ് ചെയ്യാം. ഏതായാലും വെള്ളിയാഴ്ചയാണ്, ജുമയാണ്, പള്ളിയിലൊന്നും പോയിട്ടില്ലെങ്കിൽ സമുദായത്തിലെ മെമ്പർ ആവൂല എന്ന് വിചാരിച്ച് ജുമക്ക് പോയിട്ടൊന്നും കാര്യമില്ല. മനസ്സറിഞ്ഞ വിവാദത്ത് ചെയ്യുക. ഇന്ന് ജുമാ ദിവസമാണ്, ഇന്ന് നാളെ എന്റെ ചോദ്യം ചെയ്യപ്പെടും ജുമയുടെ വിഷയത്തിൽ എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ നിയ്യത്തിന് കൂലിയുണ്ട്, നമ്മുടെ ഇബാദത്തിന് കൂലിയുണ്ട്. അത് ചെയ്യണം നമ്മൾ. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് കനാഅത്തുള്ളവരായ, നല്ല സംതൃപ്തിയുള്ളവരായി ഞങ്ങൾ മാറ്റിയിടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുക. അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് നൽകിയ സമ്പത്തിൽ, മക്കളിൽ, സന്താനങ്ങളിൽ, അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളിലും ആരോഗ്യത്തിലുമൊക്കെ സംതൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കൊക്കെ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. അല്ലാഹു അവർക്ക് മഅ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രത്യേകിച്ച് ഫലസ്തീനെ പോലെയുള്ള അല്ലെങ്കിൽ ഗസയെ പോലെയുള്ള സ്ഥലങ്ങളിൽ പട്ടിണി കിടക്കുന്ന മക്കൾ, അതുപോലെ തന്നെ സഹോദരങ്ങളും സഹോദരിമാരും, അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾക്ക് നീ സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമേ എന്നതാണ്. അല്ലാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹുവേ അവർക്ക് രോഗം നീ ശിഫയാക്കി നൽകണമേ എന്നതാണ്. അല്ലാഹുവേ, മക്കളുണ്ട്, നന്നായി പഠിക്കുന്നവരാണ് അവർ. ആ പഠനത്തോട് കൂടി തന്നെ ഇസ്ലാമികമായ ബോധ്യത്തോടുകൂടി ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ റബ്ബേ അവർക്ക് നീ നല്ല മനസ്സ് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബേ, അവരുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകി നീ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം നാഥ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന്റെ സ്വതക്ക ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് നിങ്ങളെല്ലാവരും നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم أجرنا والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.